ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബീഡ് വർക്ക് ചെയ്ത കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണാൻ പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് എൻ്റെ ബോഡി മെഷർമെൻറ്റിൽ നിന്ന് എടുത്ത് ചെയ്ത ഒരു ബേസിക് പാറ്റേൺ ആണ്. ഇതിൻ്റെ ഷോൾഡർ ഡാർട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ കുർത്തിയുടെ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ സ്ലീവ്. ഈ സ്ലീവിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ഇതാണ് കുർത്തിയുടെ ഫ്രണ്ട്, ഇത് എൻ്റെ ബാക്ക്. സ്ലീവിൻ്റെ ക്യാപ്പ് ഹൈറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഡബിൾ ഫോൾഡ് ചെയ്ത ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം ഫ്രണ്ട് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അത് 40 ഇഞ്ചസാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത്. മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്നത് 48 ഇഞ്ചസിലും. സൈഡിൽ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. അത് എക്സ്ട്രാ ലൂസിന് വേണ്ടി കൊടുക്കുന്നത്. ഷോൾഡറിൽ 1/2 ഇഞ്ചാണ്, ആ സ്കെയിൽ വെച്ചിട്ട് 1/2 ഇഞ്ചാണ് സീമിന് വേണ്ടി കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. പിന്നെ സ്ലിറ്റ് വരുന്ന ഭാഗത്തും മാർക്ക് ചെയ്യുന്നു. താഴോട്ട് ഇറക്കി സ്ലിറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ ഞാൻ 2 മാർക്കിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി പൊക്കത്തിലോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, വയറിൻ്റെ ഷേപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് നല്ല ലെങ്ത് ഉള്ള കുർത്തി ആയതുകൊണ്ട് കുറച്ചുകൂടി താഴോട്ടിറക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം നമുക്ക്. ബാക്ക് പാറ്റേൺ വെച്ചിട്ടും അതുപോലെ തന്നെ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത്, ഷോൾഡറിൽ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത്, അതുപോലെ തന്നെ സൈഡിലും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ഫാബ്രിക്. ഉപ്ര സിൽക്കിൽ ഡൈ ചെയ്യിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇതിൻ്റെ ഇതുണ്ടോ, ഒരു അറ്റത്താണ്, ഒരു സൈഡിൽ നെക്കിനുള്ള ബീഡ് വർക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സ്ലീവ്സിനുള്ള ഇതുമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവിനുള്ളതും മാക്സിമം വിഡ്ത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഇത്രയും പീസ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് നെക്കിന് വേണ്ടി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാതെ വേണം നമുക്ക് മെയിൻ പാർട്ട് കട്ട് ചെയ്യുന്നത്. സ്ലീവിനുള്ളത് അത്രയും കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ലൈനിങ് ഫാബ്രിക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ
ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ കട്ട് ചെയ്ത് പോകുന്നത്. കണ്ടോ, അതങ്ങനെ നമുക്ക് സ്ട്രിപ്പായിട്ട് ആ പോർഷൻ കിട്ടുമെന്ന് മനസ്സിലായി. ഇനി ലൈനിങ്ങിൽ നിന്നും 8 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ മാതിരി 8 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. ഈ മെറ്റീരിയൽ ചെയ്തിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു, കാരണം അത് കയ്യിൽ നിൽക്കാതെ വഴുതി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ടാണ് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്ക് പോർഷനും കട്ട് ചെയ്യുന്നത്. അതായത് ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ സ്ലീവിന് വേണ്ടി ഇത്രയും മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് ഹെഡിൽ ആ ബീഡ് വർക്ക് വരത്തക്ക വിധം ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബീഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാതെ വേണം. കാരണം അത് ഒറ്റ ലൈനിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബീഡ്സ് മൊത്തവും അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അവസാനം തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് നെക്ക് പോർഷന് വേണ്ടിയുള്ള ബീഡ് വർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ ഒരു സ്ട്രിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു ലൈൻ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം നെക്കിൽ വി ഷേപ്പിൽ കൊടുക്കാനായിട്ട്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ 3 ഇഞ്ചസാണ് കൊടുക്കുന്നത്. 3 ഇഞ്ചസ് വിഡ്ത്ത് എടുത്തിട്ട് നെക്ക് ഡെപ്ത്ത് 9 ഇഞ്ചസാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഇങ്ങനെ ഇവിടുന്ന് മിഡിലിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ് മെറ്റീരിയലാണ് ഞാൻ ഇൻ്റർഫേസ്, അതായത് ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്നത് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടി. എന്നിട്ടത് ബീഡ് വർക്ക് ചെയ്ത പോർഷനിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് സെക്യൂർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. പിൻ ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് മാർക്കിങ് കാണാനും കൂടെ വേണ്ടിയിട്ടാണ്. ആ സൈഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ നമ്മളൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്തത് തിരിച്ച് റോങ് സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് ഹാൻഡ് ഹെം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നെക്കിൻ്റെ ഈ സ്ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ സിപ്പർ ഫുട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് ആദ്യം സെക്യൂർ ചെയ്ത്, അതായത് മെയിൻ ഫാബ്രിക്കും, അതായത് ബീഡ് വർക്ക് ചെയ്തിരിക്കുന്ന മെയിൻ ഫാബ്രിക്കും അതിൻ്റെ ലൈനിങ്ങും കൂടി ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അത് റോങ് സൈഡിൽ വരാൻ പോകുന്ന സ്റ്റിച്ചാണ്. മെയിൻ സൈഡിൽ സ്റ്റിച്ചസ് ഒന്നും കാണില്ല. അതിനുശേഷമാണ് അത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് റോ എഡ്ജസ് തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്നത്.
ഈ നെക്കിന് വേണ്ട സ്ട്രിപ്പിനെ ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം ഞാനത് സിക്സാക്ക് സ്റ്റിച്ച് കൊടുക്കണം. സിപ്പർ ഫുട്ട് മാറ്റിയിട്ട് വേണം, അതായത് നോർമൽ ഫുട്ട് വെച്ചിട്ട് വേണം സിക്സാഗ് തയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ സിപ്പർ ഫുട്ടാണെങ്കിൽ സിക്സാഗ് വർക്കാവില്ല, നീഡിലിൻ്റെ ടിപ്പ് ഒടിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് ഇവിടെ നിന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ പോയിൻറ്റുകൾ തമ്മിൽ യോജിക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ സ്റ്റിച്ച് നിർത്താനായിട്ട്. എന്നാലേ നമുക്ക് ഷാർപ്പായിട്ട് അവിടെ ആ കോർണർ ഫിനിഷിങ്ങോടുകൂടി കിട്ടത്തുള്ളൂ. അതായത് പിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബീഡിൽ ടച്ച് ചെയ്യാതെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ പോയിൻറ്റിൽ നമ്മൾ സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്യണം.
ഇതുപോലെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഒരു ബയാ സ്ട്രിപ്പ് എടുത്തിട്ട് ഡബിൾ ഫോൾഡ് ചെയ്യുക. ഇതിനെ നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടി നെക്കിലൊരു സ്റ്റിച്ച് കൊടുത്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഈ ബയാ സ്ട്രിപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡബിൾ ഫോൾഡർ എഡ്ജും ബാക്ക് ബോഡീസിൻ്റെ ഡ്രോ എഡ്ജും തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ വിട്ടിട്ട് ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഈ ബയാ സ്ട്രിപ്പ് റോങ് സൈഡിലേക്ക് വെച്ചിട്ട് ഒരു അണ്ടർ സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഷോൾഡർ ഒന്നും ഇപ്പോൾ നീറ്റാക്കാൻ പാടില്ല, കാരണം അത് ബീഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കട്ട് ചെയ്തതിൻ്റെ നൂലഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എക്സ്ട്രാ ഉള്ള ഭാഗം ട്രിം ചെയ്ത് കളയുന്നത്. റൈറ്റ് സൈഡ്സ് ടുഗദർ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വൃത്തിക്ക് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാം. എന്നിട്ട് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങും നെക്കിൻ്റെ ആ ബയാ സ്ട്രിപ്പ് തയ്ച്ചതും കൂടി ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി നന്നായിട്ട് പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാം, കാരണം ആ ഭാഗം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ആ 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ക്കാം. തയ്ച്ചതിന് ശേഷമാണ് ആ ഭാഗം ട്രിം ചെയ്ത് കളയുന്നത്. അതിനുശേഷം ഇതിങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ആ ഷോൾഡർ സീമ കാണാൻ പറ്റില്ല. ഷോൾഡർ സീമ അതിൻ്റെ അടിയിലായിപ്പോയി. 2 ഷോൾഡറും അങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഞാൻ മെഷീൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ഹെം കൊണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് ഹെഡ് ഇതുപോലെ ഷോൾഡറിൽ അറ്റാച്ച് ചെയ്തിട്ട് സൈഡിൽ നിന്ന് തയ്ച്ച് വരുന്നു. അതിനുശേഷം സ്ലിറ്റ് വരെ തയ്ച്ച് വന്നിട്ട് ഞാനത് മൊത്തം വീഡിയോ കാണിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പുള്ള കുർത്തി തയ്ക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ലിറ്റ് വരെ തയ്ച്ച് വന്നിട്ട് അത് സൈഡ് മടക്കി അടിച്ചു, അടിവശവും മടക്കി അടിച്ചു. പിന്നെ ഹാൻഡ് ഹെം ചെയ്യാനുള്ള സ്ലീവ് ഹെഡും ഹാൻഡ് ഹെം ചെയ്തു. അങ്ങനെ കുർത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. I'll catch you in the next video. Until then, happy sewing and take care. Bye-bye.